ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് നോമ്പൊക്കെ ആയാലല്ലേ, 2 ദിവസം കഴിഞ്ഞാൽ നമ്മളെ നോമ്പായില്ലേ. അപ്പോൾ മക്കളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മോൻ്റെ ബർത്ത്ഡേ ആണ്. മോൻ്റെ ബർത്ത്ഡേ ഡേറ്റിൻ്റെ അന്നല്ല, 2 ദിവസം മുന്നെയാണ് കേട്ടോ ഈ ഒരു പരിപാടി ഫിക്സ് ചെയ്തത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്നല്ലാതെ 2 ദിവസം മുന്നേ ഇത് ഇങ്ങനെ പരിപാടി ഉണ്ടാക്കാൻ കാരണം അവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മരുമോളെ ഒരു ഐഡിയ ആണത്. അവൾ എന്തൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്ന് ബർത്ത്ഡേൻ്റെ അന്നാവുമ്പോൾ അവന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ മനസ്സിലുണ്ടാവും. എന്തേലും ബർത്ത്ഡേൻ്റെ അന്നാകുമ്പോൾ ആർക്കും ഉണ്ടാകണ ഒരു ഇതല്ലേ. അപ്പോൾ 2 ദിവസം മുന്നേ ആകുമ്പോൾ പിന്നെന്താ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല, ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒരു സർപ്രൈസായിട്ട് മാറും. അപ്പോൾ അങ്ങനെ അവൾ തീരുമാനിച്ചിട്ട് 2 ദിവസം മുമ്പെയാണ് ഈ ഒരു പരിപാടി ഉണ്ടാക്കിയത്. അപ്പോൾ അവന് രാത്രി കടയിൽ നിന്ന് വരുന്ന ടൈമിൽ ഞങ്ങളെല്ലാവരും എല്ലായിടത്തും ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് എല്ലാവരും അവനെ വെയിറ്റ് ചെയ്ത് നിന്ന് അവൻ വന്ന് ഡോറ് തുറന്നപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഓൺ ചെയ്ത് ഡോറിൻ്റെ അരികെ തന്നെ മരുമോൾ നിന്നിരുന്നു. അവൾ പൂച്ചെണ്ടുമായിട്ട് അവനെ വെയിറ്റ് ചെയ്ത് നിന്നത് ഡോറിൻ്റെ അരികിലാണ്. അവൻ വന്ന് ഡോറ് തുറന്ന ഉടനെ അവൾ പൂച്ചെണ്ട് കൊടുത്തു. അപ്പോൾ അവൻ ഞെട്ടിപ്പോയി. കാരണം അവന് പിന്നെ ഞങ്ങൾ ചില ദിവസങ്ങളിൽ അവൻ വൈകിട്ടാണ് വരിക. അപ്പോൾ ഞങ്ങളൊക്കെ കിടക്കലുണ്ട്, അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കലുണ്ട്, ഞങ്ങൾ കിടക്കലുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തുണ്ട് ഡോറിൻ്റെ ചാവി. അപ്പോൾ അവൻ വന്ന് തുറന്ന് അങ്ങനെ കയറലാണ്. അപ്പോൾ അതുകൊണ്ട് അവന് ഒരിക്കലും എന്താ ഇപ്പം ഇങ്ങനെ ലൈറ്റ് ആളില്ലാത്ത പോലെ ലൈറ്റ് എടുത്തിട്ട് എന്നൊന്നും ഒരു ഇതും വരില്ല മനസ്സിലേക്ക്. അങ്ങനെ ഉണ്ടാവാറുള്ളതല്ലേ. അപ്പോൾ അവന് സാധാരണ അങ്ങനെ വരുന്ന മാതിരി അവന് വന്ന് ഞങ്ങളൊക്കെ കടന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് അവൻ ഡോറൊക്കെ തുറന്ന് കിടക്കുന്നതോടുകൂടെ അവൻ ഞെട്ടിപ്പോയി. ഡോറ് തുറന്ന് കിടക്കുന്നതോടുകൂടെ ഞങ്ങൾ ലൈറ്റ് ഓണാക്കി മരുമോൾ പൂച്ചെണ്ട് ഇങ്ങനെ കൊടുത്തു. അതിൽ അവനൊന്ന് ഞെട്ടി. അങ്ങനെ ഒരു സർപ്രൈസ് അവൻ്റെ ഭാര്യ കൊടുത്തു. പിന്നെ കുറേ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തത് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന് കേക്ക് മുറി ഇതൊക്കെ കഴിഞ്ഞു. അങ്ങനെ മോൻ്റെ ബർത്ത്ഡേ അടിപൊളിയായി. പിന്നെ ഇനി ഞാൻ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബായ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.